ഞാൻ KM തോമസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് നമുക്കറിയുമല്ലോ. അപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും പ്രയോജനമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 96%, 97% മാർക്ക് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പോലും അവര് ലാസ്റ്റ് ചാൻസ് വരെ കേരളത്തിൽ വെയിറ്റ് ചെയ്തിട്ടും കിട്ടാതെ വന്ന് അവർ കേരളത്തിന് പുറത്തുപോയി അഡ്മിഷൻ എടുത്ത പലരെയും എനിക്ക് പരിചയമുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാതെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തു വന്ന് മികച്ച കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആശങ്കകളും ഉത്കണ്ഠകളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കുന്നതിനും അഡ്മിഷൻ എടുക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ട് എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ 28 വർഷമായിട്ട് ഏറ്റവും സത്യസന്ധമായ നിലയിൽ, ഏറ്റവും മികച്ച നിലയിൽ ഈ സേവനം നൽകി കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. 1997 ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ആ സമയത്ത് പുതുതായിട്ട് ആരംഭിച്ച ഒരു ജനറൽ നഴ്സിംഗ് കോളേജിലേക്കാണ് ഞാനൊന്ന് അഡ്മിഷൻ നൽകിയത്. അപ്പോൾ ആ കോളേജിൽ സീനിയർ സ്റ്റുഡൻസ് ഇല്ല, പുതുതായിട്ട് തുടങ്ങുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഒന്ന് അഡ്മിഷൻ കൊടുത്തപ്പോൾ മിക്ക മാതാപിതാക്കൾക്കും ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല, മാത്രമല്ല ആ കോളേജിൽ സീനിയർ ബാച്ചില്ല, ആ കോളേജിനെ കുറിച്ച് മറ്റു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ആ ബാച്ചിൽ അഡ്മിഷൻ കൊടുത്ത 100% വിദ്യാർത്ഥികളും ഇന്ന് കാനഡയിലും ഓസ്ട്രേലിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് അവരുടെ ജീവിതം സ്വപ്നതുല്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അപ്പൊ അതുവഴിയായിട്ട് ആ ഒരു ഫസ്റ്റ് ബാച്ച് തന്നെ ഏറ്റവും നന്നായി ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞത് മുതൽ ഈ മേഖലയിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിനും എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട്, പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുവാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നു. ഞാൻ വർഷങ്ങളോളം കർണാടകയിൽ ഷിമോഗയിലുള്ള തടിക്കല സുബയ്യ നഴ്സിംഗ് കോളേജിന്റെ ഡയറക്ടർ ഓഫ് അഡ്മിഷൻസ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആയി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനവധി വർഷങ്ങള് കർണാടക ഷിമോഗയിലുള്ള മൈത്രി കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും മുഴുവൻ അഡ്മിഷനും, മൈത്രി കോളേജിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആ കോളേജിന്റെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ മുഴുവൻ അഡ്മിഷനും, മൈത്രി കോളേജ് കർണാടകയുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ യെഡിയൂരപ്പ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള കോളേജ് ആണ്. അപ്പൊ ആ കോളേജിലേക്ക് തുടക്കത്തിൽ തന്നെ മുഴുവൻ അഡ്മിഷനും കൊടുക്കുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം 2009 മുതൽ അനവധി വർഷങ്ങൾ അവിടുത്തെ മുഴുവൻ അഡ്മിഷനും നൽകുന്നതിനുള്ള അവസരങ്ങളും എനിക്ക് ലഭിച്ചു. ഈ 2 കോളേജിലെ അഡ്മിഷൻ ഒരേപോലെ. അതോടൊപ്പം മൂന്നാമതൊരു കോളേജായിട്ട് ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ കോളേജ്, ഇതോടൊപ്പം തന്നെ മംഗലാപുരത്ത് കരാവലി കോളേജ്, ബാംഗ്ലൂരിലുള്ള NRI ഇൻസ്റ്റിറ്റ്യൂട്ട്, സെന്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ്, മറ്റൊട്ടനവധി കോളേജുകളിൽ ഒരേ സമയത്ത് അഡ്മിഷൻ നൽകുന്നതിനും അതില് തടിക്കല സുബയ്യ കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും മൈത്രി കോളേജിന്റെയും വിവേകാനന്ദ കോളേജിലെയും മുഴുവൻ അഡ്മിഷനും ഞാൻ തനിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിനു വേണ്ടി കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്ത് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. തടിക്കല സുബയ്യ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഡയറക്ടർ ആയിട്ടുള്ള, അതിന്റെ MD ആയിട്ടുള്ള ഡോക്ടർ നാഗേന്ദ്രയും അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹത്തിന്റെ മക്കളും പൊൻകുന്നത്ത് വന്ന് അവരാണ് 2007 പൊൻകുന്നത്തുള്ള ഈ ഓഫീസ് ഇനാഗുറേഷൻ നടത്തുകയും തടിക്കല സുബയ്യ കോളേജിന്റെ ഇൻഫർമേഷൻ സെന്റർ എന്ന നിലയിൽ വർഷങ്ങളോളം മികച്ച നിലയിൽ അവിടെ പ്രവർത്തിക്കുവാനും ഇടയായി. ആ സമയത്ത് പൊതുവിൽ നഴ്സിംഗ് അഡ്മിഷനും മാന്യമുള്ള സമയമായിരുന്നു. പല മികച്ച കോളേജുകളിൽ പോലും സീറ്റുകൾ ഫില്ലാകാതെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. എന്നിരുന്നാലും ആ സമയത്ത് ഞാൻ 2007 തന്നെ ഞാൻ ചുമതലയേൽക്കുന്ന ആദ്യ വർഷം തന്നെ അവിടുത്തെ മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിനുള്ള അവസരം ലഭിച്ചു. ആ കുട്ടികളും അവരുടെ മാതാപിതാക്കളും 100% സംതൃപ്തരായിരുന്നതുകൊണ്ട് പിന്നീടുള്ള വർഷങ്ങളിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ വർഷങ്ങളിലും തന്നെ മുഴുവൻ സീറ്റുകളും ഫില്ലാക്കി അഡ്മിഷൻ നടത്തുവാൻ, അതും ഒരു മാതാപിതാക്കൾക്കും ഒരു കുട്ടികൾക്കും ഒരു പ്രയാസമില്ലാതെ, ഒരു പരാതിയില്ലാതെ ഏറ്റവും നന്നായി ചെയ്തു കൊടുക്കുവാൻ അവസരം ലഭിച്ചു എന്ന് അറിയിക്കട്ടെ.
ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കോളേജിന് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ നാഗേന്ദ്രയുടെ കൂടി സഹായത്തോടെ ആ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്തു തന്ന്. അവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് വളരെ നന്നായി പാചകം ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ഉൾപ്പെടെയുള്ള കുക്കുമാരെ അവിടെ കൊണ്ടുപോയി അവരെ അവിടെ സ്ഥിരമായി താമസിപ്പിച്ച് അവരാണ് അവിടെ ഏറ്റവും നല്ല ഭക്ഷണം അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ഡോക്ടർ നാഗേന്ദ്ര പോലും വിശേഷ ദിവസങ്ങളിൽ ഫാമിലിയായി മെസ്സിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ കുട്ടിക്കൊരു അസുഖം വന്നാൽ പാതിരാത്രി ആണെങ്കിലും അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവുകയും എന്താവശ്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു സ്വന്തം അമ്മമാരെ പോലെ കുട്ടികളെ ടേക്ക് കെയർ ഓഫ് ചെയ്യുന്ന മികച്ച ഒട്ടനവധി വാർഡന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ആ സമയത്ത് കുട്ടികൾ അവധിക്ക് പോവുകയും വരികയും ചെയ്യുമ്പോൾ കോളേജിന്റെ ഗേൾസ് ഹോസ്റ്റലിന് മുമ്പിലേക്ക് സ്പെഷ്യൽ ബസ് വന്ന് ആ ബസ്സിൽ പെൺകുട്ടികൾക്ക് മാത്രമായി ആൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ബസ്, അങ്ങനെ അവരെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിച്ച് റെയിൽവേ സ്റ്റേഷനിലും അവരെ കുക്കുമാർക്കും വാർഡന്മാർക്കും എല്ലാവർക്കും ഒരുമിച്ച് അവർ കേരളത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയും അവർ തിരിച്ചു വരുന്ന സമയത്തും മംഗലാപുരത്ത് വരുമ്പോൾ അവർക്ക് ഷിമോഗയിലേക്കുള്ള സ്പെഷ്യൽ ബസ് റെഡിയാക്കി വളരെ സുരക്ഷിതമായി അവര് കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിന്റെയും ബോയ്സ് ഹോസ്റ്റലിന്റെയും മുൻപിൽ വന്ന് അങ്ങനെയുള്ള സൗകര്യങ്ങൾ പോലും എത്രയോ വർഷങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഇടയായിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളെല്ലാവരും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവര് ജോലി ചെയ്യുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമാകുവാൻ തൊക്കെ ഇടയായി. പലരെയും ഇപ്പം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ കാണുന്നതിലും അവരുടെ പ്രോഗ്രസ് ഒക്കെ അറിയുന്നതിനൊക്കെ ഒത്തിരി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. വളരെയധികം വ്യത്യാസങ്ങളാണ് അവർക്കൊക്കെ വന്നിട്ടുള്ളത്. എന്നാൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടെ പറയാൻ കഴിയുന്നത് അവരിൽ ഒരാൾക്ക് പോലും ഒരു പരാതിയും ഒരു പ്രശ്നങ്ങളും ഒരു വിഷമങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ മൈത്രി കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികൾക്കാണെങ്കിലും വിവേകാനന്ദ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികൾക്കാണെങ്കിലും എവിടെയും ഒരു പ്രയാസം ഉണ്ടാകാതെ അത്രമാത്രം നന്നായിട്ട് അഡ്മിഷൻസ് ചെയ്തു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം എൻ്റെ ഫോക്കസ് കുറെ കൂടി ഞാൻ വിദേശത്തേക്കുള്ള മെഡിക്കൽ അഡ്മിഷനിലേക്കും മറ്റും മാറ്റിയതും ഒക്കെ കാരണം പിന്നീട് നഴ്സിംഗ് അഡ്മിഷന്റെ ഫോക്കസ് കുറച്ച് മാറി ഫോക്കസ് മറ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുക, അതുപോലെ തന്നെ വിദേശ അഡ്മിഷൻ ഇത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് കുറച്ച് മാറ്റേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും നഴ്സിംഗ് അഡ്മിഷനിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കുറച്ച് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കാണുന്ന ഏത് രക്ഷകർത്താക്കൾക്കും ഞാനിപ്പോൾ കൂടുതലായിട്ടും ബാംഗ്ലൂരിലെ മികച്ച കോളേജുകളിലേക്കാണ്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കൂടുതലായിട്ട് അഡ്മിഷൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പല മാതാപിതാക്കളും ബാംഗ്ലൂരിൽ വേണ്ട, ബാംഗ്ലൂരിൽ വിട്ടു പഠിപ്പിക്കുന്നതിന് പേടിയുണ്ട്, ആശങ്കയുണ്ട് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഹബ്ബാണ് ബാംഗ്ലൂര്. ഇന്ത്യയിൽ മറ്റേത് പട്ടണങ്ങളിലേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ, മലയാളികളും മറ്റുള്ളവരും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മംഗലാപുരത്താണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും പഠിക്കുന്നതിൻ്റെ എത്രയെത്രയോ മടങ്ങ് കുട്ടികൾ പഠിക്കുന്നത് ഇപ്പോഴും ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെയാണ്. ബാംഗ്ലൂർ പട്ടണത്തിൽ പഠിക്കുന്ന കുട്ടികൾ, അത് ബാംഗ്ലൂർ പട്ടണത്തിൽ മാത്രമല്ല എവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ വഴിതെറ്റി പോകുന്നതിനും പല വിധത്തിലുള്ള മോശമായ ജീവിത സാഹചര്യങ്ങളിൽ എത്തുന്നതിനൊക്കെ ഉള്ള അവസരങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന കുട്ടികൾക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ബാംഗ്ലൂരിൽ വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സേഫായി പഠിക്കാൻ പറ്റുന്ന കോളേജുകളും ഉണ്ട് എന്നത് കേരളത്തിലെ പല രക്ഷകർത്താക്കൾക്കും പല മാതാപിതാക്കൾക്കും അറിയില്ല എന്നതാണ് ഒരു ദുഃഖസത്യം. അപ്പം അങ്ങനെയുള്ള മികച്ച കോളേജുകളിൽ ഇപ്പം അതുപോലെ തന്നെ ഇപ്പം അംഗീകാരത്തിൻ്റെ കാര്യത്തിൽ പ്രോബ്ലം ഇല്ലാത്ത ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും
സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും അംഗീകാരമുള്ള മികച്ച മെഡിക്കൽ കോളേജുകളോടനുബന്ധിച്ചുള്ള കോളേജുകളുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോട് അനുബന്ധിച്ചുള്ള കോളേജുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള മികച്ച കോളേജുകളിൽ യാതൊരു ആശങ്കയില്ലാതെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സ്ഥാപനവുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലുള്ള പല മാതാപിതാക്കളും വിചാരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരു കൺസൾട്ടൻസിനെയോ അല്ലെങ്കിൽ അഡ്മിഷൻ നൽകുന്നവരെയോ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് ഞങ്ങൾക്കൊരു പ്രോഫിറ്റ് വേണമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ കോളേജിൽ ഉള്ള യഥാർത്ഥത്തിലുള്ള ഫീസിനേക്കാൾ വളരെ എമൗണ്ട് കൂടുതലൊക്കെ വാങ്ങിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളേജിലുള്ള യഥാർത്ഥ ഫീസിനേക്കാൾ 1 രൂപ പോലും നിങ്ങൾ കൂടുതൽ നൽകേണ്ടതായിട്ടില്ല. ഓരോ കോളേജുകളിലും എത്രയാണോ ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. അപ്പം അതുപോലെ തന്നെ ഞാൻ സുബയ്യ കോളേജിലെയും മൈത്രി കോളേജിലെയും ഒക്കെ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മിക്ക കുട്ടികളും മിക്ക രക്ഷകർത്താക്കളും കോളേജിനേക്കാൾ കൂടുതൽ ഞങ്ങളെയാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് മുഴുവൻ ഫീസും എല്ലാ വർഷങ്ങളിലും മുഴുവൻ ഫീസും ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ട് അടച്ചിരുന്നവരും ഉണ്ട്. അവർക്ക് ആർക്കും അവർ പണം അടച്ചിട്ട് അഡ്മിഷൻ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അവർ ഞങ്ങളെ ഏൽപ്പിച്ച തുക കോളേജിൽ അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അക്കൗണ്ട് സംബന്ധമായ വീഴ്ച വരികയോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതിനും എനിക്ക് വളരെ അഭിമാനമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല നിലകളിൽ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ബാംഗ്ലൂരിലുള്ള ഏത് കോളേജ് വന്ന് എടുക്കുകയാണെങ്കിലും കോളേജിലുള്ളതിനേക്കാളും 1 രൂപ പോലും നിങ്ങൾ കൂടുതൽ നൽകേണ്ടതായിട്ടില്ല. മാത്രമല്ല കോളേജിൽ നേരിട്ട് വന്ന് എടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ച് പ്രയോജനം കൂടി കിട്ടും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വാല്യൂ ആഡഡ് ആയിട്ടുള്ള സേവനങ്ങൾ അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാല്യൂ ആഡഡ് സേവനങ്ങൾ? ഒന്നാമതായിട്ട്, ഞങ്ങൾ വഴി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ താല്പര്യമുള്ള എല്ലാവർക്കും ജർമ്മൻ ലാംഗ്വേജ് അഡീഷണൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി, അത് നഴ്സിംഗ് പഠനത്തിന് ഒരു തടസ്സവും വരാതെ. പല മാതാപിതാക്കളും വിചാരിക്കും നഴ്സിംഗ് പഠനം തന്നെ ടഫാണല്ലോ, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ കൂടെ ജർമ്മൻ പഠിക്കുന്നത്? ഈ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുപോലെ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും. അത് ചിലർ 2 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഒരാഴ്ചയിൽ ഒരു 10-12 മണിക്കൂർ, കാരണം ശനി ഞായർ അവധി ദിവസങ്ങളിലൊക്കെ കുറച്ച് എക്സ്ട്രാ ടൈമൊക്കെ എടുത്ത് ഒരാഴ്ചയിൽ ഒരു 10-12 മണിക്കൂർ മാറ്റി വെക്കാൻ കഴിയുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഒരാഴ്ചയിൽ 6 മണിക്കൂർ മാറ്റി വെക്കുവാൻ കഴിയുന്നവരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുവാൻ മനസ്സുള്ള കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഓഫർ എന്നുള്ളത്, അല്ലെങ്കിൽ ഓഫർ എന്ന വാക്കല്ല, വലിയൊരു അവസരം എന്നുള്ളത്, അപ്പം അവർക്ക് പഠനം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ അപ്പം അവരുടെ കൂടെ മറ്റ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ 20,000 25,000 രൂപ മാസ സാലറി വാങ്ങി ജോലി ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് പഠനം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ അവർക്ക് ജർമ്മനിയിലേക്കോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ പോയി പ്രതിമാസം 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ സാലറിയിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അത് വലിയൊരു അവസരമാണ്, ചെറിയൊരു കാര്യമല്ല. കാരണം നഴ്സിംഗ് പഠിക്കുന്ന കൂടുതൽ കുട്ടികളും ഇടത്തരം കുടുംബത്തിൽ നിന്നും ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുമാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു 23 വയസ്സൊക്കെ ആകുമ്പോൾ 2-3 ലക്ഷം സാലറി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു നല്ല അവസരമാണ്. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പം അവർ മുംബൈ, ഡൽഹി, കൽക്കട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അപ്പം അവർ പ്രതിമാസം 20,000 30,000 രൂപയ്ക്ക് ജോലി ചെയ്ത് അപ്പം അവരുടെ എഡ്യൂക്കേഷൻ ലോണൊക്കെ അടച്ച് അവരുടെ പേഴ്സണൽ ചെലവുകളൊക്കെ കഴിയുമ്പോൾ മാസം ഒരു 10,000 രൂപയോ അത്രയൊക്കെ ആയിരിക്കും അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം ആ സ്ഥാനത്ത് പ്രതിമാസം 2-3 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുക എന്നുള്ളത്, മാത്രമല്ല ഈ സാലറി ഫിക്സഡ് ആയിട്ട് നിൽക്കുകയല്ല, ഓരോ വർഷവും സാലറി അവർക്ക് കൂടുതലായിട്ട് കിട്ടുകയും, ജർമ്മനിയിലാണെങ്കിൽ ഒരു 4-5 വർഷം അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മാസം ഒരു 5 ലക്ഷം രൂപ വരെയൊക്കെ വാങ്ങിക്കുന്നതിന് കഴിയും. അപ്പോൾ അത്രയും വലിയൊരു ഓഫറുകൾ
അത്രയും വലിയൊരു അവസരങ്ങൾ നൽകി തരാൻ തക്കവണ്ണം കഴിയും. അതോടൊപ്പം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഏറ്റവും അഡ്വാൻസ് ലെവലിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കൂടുതൽ വിദ്യാർത്ഥികളും അപ്പം അവർ സ്റ്റേറ്റ് സിലബസിൽ +2 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. CBSE കുറച്ച് കുട്ടികൾ ഉണ്ടാകും. എന്നാൽ ഈ കേരളത്തിൽ നിന്ന് വരുന്ന കൂടുതൽ കുട്ടികൾക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം താരതമ്യേന കുറവാണ്. ചില മാതാപിതാക്കൾ വിചാരിക്കും എൻ്റെ മകള് 10th വരെ CBSE പഠിച്ചതാണ്, അല്ലെങ്കിൽ 7ാം ക്ലാസ് വരെയൊക്കെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു, അവൾക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻസി ഉണ്ട്. ഇത് മാതാപിതാക്കൾക്കുള്ള തെറ്റിദ്ധാരണകളാണ്. കാരണം ഏറ്റവും മികച്ച CBSE സ്കൂളിൽ LKG മുതൽ 12th വരെ പഠിച്ച് ഏറ്റവും മികച്ച നഴ്സിംഗ് കോളേജിൽ പഠിച്ച 18 കുട്ടികൾ അവരൊരിക്കൽ IELTS എക്സാം എഴുതിയപ്പോൾ 18 പേരിൽ ഒരാളാണ് പാസ് ഔട്ടായത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മതിയാകത്തില്ല IELTS OET പാസ്സാകുന്നതിന് വേണ്ടി. അപ്പം ഞങ്ങൾ വഴി BS നഴ്സിംഗ് എടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അഡ്വാൻസ് ലെവലിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഒന്നാമത് കിട്ടുന്നൊരു പ്രയോജനം നഴ്സിംഗ് അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും. അല്ലെങ്കിൽ ധാരാളം കുട്ടികൾ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ തന്നെ മുഴുവൻ സബ്ജക്റ്റുകൾക്കും ഫെയിലാകുന്ന ധാരാളം പേരുണ്ട്. പിന്നീട് അവർ വളരെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കേണ്ടി വരുന്നു, ഫെയിലാകുന്നു. ഒട്ടനവധി പേര് 4ാമത്തെ വർഷത്തിലും ഫസ്റ്റ് ഇയർ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയും സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ വിഷമിക്കുന്നവരുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അഡ്വാൻസ് ലെവൽ ലഭിക്കാമെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് പഠനത്തിന് ഒരുപാട് പ്രയോജനം കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അഡ്വാൻസ് ലെവലിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രോഗ്രാം തന്നിട്ട് ഫൈനൽ ഇയർ വരുമ്പോൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന IELTS അഥവാ OET രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് താല്പര്യം, അപ്പോൾ ആ ഒരു കോച്ചിങ് കൂടി, ഇതൊരു പേരിന് വേണ്ടിയുള്ള ഒരു കോച്ചിങ് അല്ല, വളരെ മികച്ച ഫാക്കൽറ്റികൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് ഞങ്ങൾ 250 കുട്ടികൾക്കാണ് ഇപ്പോൾ മുതൽ ഇനി എടുക്കുന്ന 250 കുട്ടികൾ. ഇത് പെൺകുട്ടികൾക്കാണ് ഈ ഓഫർ ഞങ്ങൾ നൽകുന്നത്. ആൺകുട്ടികൾക്ക് ഈ ഒരു ഓഫർ നൽകുവാൻ തക്കവണ്ണം ഇപ്പോഴും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ ഈ നൽകുന്ന ഓഫർ ഒരു 100% പ്രയോജനമാക്കി തീർക്കണം. ഇത് പേരിനുള്ള ഒരു ഓഫർ ആകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പെൺകുട്ടികൾക്ക് ഈ ഒരു ഓഫർ കൊടുക്കുന്നതാണ് കൂടുതൽ മെച്ചമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുവാൻ നല്ലതെന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഓഫർ ആൺകുട്ടികൾക്ക് ഞങ്ങൾ നൽകി കൊടുക്കാത്തത്. പെൺകുട്ടികൾക്ക് ഈ ഓഫറുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പോൾ മുതൽ ഈ വീഡിയോ ചെയ്തത് മുതൽ 250 കുട്ടികൾക്കാണ് ഞങ്ങൾ ഈ ഓഫർ നൽകുന്നത്. അപ്പം അതുകൊണ്ട് പിന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ള പ്രൊസീജിയർ തരാം. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ നേരിട്ട് വന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ പേയ്മെൻറ്റും ഒക്കെ നിങ്ങൾക്ക് കോളേജിൽ നേരിട്ട് അടച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അതിനാണ് കൂടുതലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പ് ഞാൻ തരാം, നിങ്ങൾക്ക് കോളേജിലുള്ളതിനേക്കാളും 1 രൂപ പോലും നിങ്ങൾ കൂടുതൽ ഫീസ് പേ ചെയ്യേണ്ട. ഇനി മറ്റൊരു ഉറപ്പ് കൂടി ഞാൻ നൽകാം. നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പല കോളേജുകളും അവർക്ക് 3-4 കോളേജുകളൊക്കെ ഉണ്ടാകും. അതിൽ നല്ല കോളേജിൻ്റെ പേര് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുത്ത് കുട്ടികളെ പിന്നീട് അവരുടെ മറ്റ് കോളേജുകളിലേക്ക് മാറ്റുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ 28 വർഷം ഈ സേവനം ചെയ്തിട്ട് ഒരു കുട്ടിക്ക് പോലും അങ്ങനെയുള്ളൊരു ദുരവസ്ഥ വന്നിട്ടില്ല. അതെനിക്ക് വളരെ നെഞ്ചത്ത് കൈവച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരൊറ്റ കുട്ടിക്ക് പോലും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ അത്ര പ്രാഗൽഭ്യത്തോടെ എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ ഞാൻ അത്രമാത്രം നല്ലൊരു സർവീസ് തരുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം സത്യത്തിൽ എന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ 28 വർഷം ഞാൻ അഡ്മിഷൻ നടത്തിയിട്ട്
ഒരു കുട്ടിക്ക് പോലും INC അംഗീകാരമില്ലാത്ത കോളേജിൽ അഡ്മിഷൻ കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ വരികയോ ഒരു കുട്ടിക്ക് പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രമാത്രം നല്ലൊരു സേവനം നൽകുന്ന ഒരു സ്ഥാപനത്തെ കേരളത്തിലെ പൊതുസമൂഹം എത്രമാത്രം സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തതായിട്ട് ലോൺ കിട്ടാനൊക്കെ എത്രയോ കുട്ടികളെ പ്രയാസപ്പെട്ടിട്ട് ഞാൻ ഒരു കുട്ടിയെ പോലും ലോൺ കിട്ടാത്തതിൻ്റെ പേരിൽ പൈസ അടയ്ക്കാൻ താമസം വന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിയെ പോലും പഠനം നിർത്തി പറഞ്ഞു വിട്ടിട്ടില്ല. ആയിരക്കണക്കിന് കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ലോൺ ലഭിക്കാൻ തടസ്സം വന്നപ്പോൾ ഞാനൊരു പ്രത്യേകമായിട്ടുള്ള ടീമിനെ ഏർപ്പെടുത്തി അവർ ബാങ്കുകളിൽ പോയി സംസാരിച്ച് അങ്ങനെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ലഭിക്കാനുള്ള സൗജന്യ സേവനങ്ങൾ അവർക്ക് നൽകി കൊടുത്തിട്ടുണ്ട്. 1 രൂപ പോലും അതിന് പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ നമുക്കറിയാം വളരെയധികം മോശമായ ജീവിത സാഹചര്യത്തിലും വഴി തെറ്റി പോകുന്നതും പല പല കാര്യങ്ങളും നമ്മൾ അറിയാം. എന്നാൽ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ തക്കൊണ്ട് കഴിയും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആശങ്കയില്ലാതെ നിങ്ങൾക്ക് വളരെ മനസ്സമാധാനത്തോടു കൂടി അഡ്മിഷൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് കഴിയും. ഇനി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, നിങ്ങൾക്ക് കോളേജിലേക്ക് നേരിട്ട് വന്ന് കോളേജ് കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ഫീസും നിങ്ങൾക്ക് കോളേജിൽ നേരിട്ട് നൽകി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയും. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾ ഇതോടൊപ്പം കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. എനിക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് താല്പര്യമുണ്ട്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രൊസീജിയർ, നിങ്ങൾ ബാംഗ്ലൂരിൽ വരുമ്പോൾ ഇന്ന ദിവസമാണ് ബാംഗ്ലൂരേക്ക് വരുന്നത് എന്ന് നിങ്ങൾ മുൻകൂട്ടി അറിയിക്കുകയും അപ്പം അങ്ങനെ മുൻകൂട്ടി അറിയിച്ചു വരുന്ന പക്ഷം നിങ്ങളെ കോളേജ് കൊണ്ടുപോയി കാണിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു തരാം എന്നറിയിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഈ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മതിയാകും. നിങ്ങൾ ഒരു ദിവസം വൈകിട്ട് ഏത് ദിവസമാണ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നത്, തലേ ദിവസം നിങ്ങൾക്ക് ട്രെയിനിലോ ബസ്സിലോ നിങ്ങൾക്ക് ബാംഗ്ലൂരേക്ക് വരാവുന്നതും നിങ്ങൾ ബാംഗ്ലൂർ എത്തിച്ചേരുന്ന പകൽ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കോളേജുകൾ പോയി കണ്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കാവുന്നതും അന്ന് വൈകിട്ട് തന്നെ നിങ്ങൾക്ക് മടങ്ങിപ്പോകാനും കഴിയും. ഒരൊറ്റ ദിവസം നിങ്ങൾ 2 രാത്രിയും 1 പകലും നിങ്ങൾ ഇതിനായിട്ട് മാറ്റിവെച്ചാൽ മതി. ഇനിയും എത്രയോ പേര് ചിലപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് അസൗകര്യമുള്ളവരും പ്രയാസമുള്ളവരും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പൊൻകുന്നത്തുള്ള ഞങ്ങളുടെ ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സുകൾ ചെയ്യാവുന്നതാണ്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ വഴി അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരു 80% കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും കോളേജ് വരികയോ കാണുകയോ ചെയ്യാതെ ഞങ്ങളെ വിശ്വസിച്ച് അഡ്മിഷൻ എടുത്തവരാണ് ഒരു 80% പേരും. 20% പേരാണ് കോളേജ് കാണുന്നതിന് വരുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് 100% പേരും എല്ലാവരും ഒന്ന് കാണുക, ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അസൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പൊൻകുന്നം ഓഫീസിലേക്ക് വന്നും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് കോളേജിലേക്ക് നേരിട്ട് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി പൊൻകുന്നം ഓഫീസിൽ നിങ്ങൾ പണം ഏൽപ്പിച്ചാലും ഈ 28 വർഷത്തിനുള്ളിൽ അങ്ങനെ പണമടച്ച ആയിരക്കണക്കിന് മാതാപിതാക്കളുണ്ട്. അവരിൽ ഒരാൾക്ക് പോലും അഡ്മിഷൻ കിട്ടാതെ വന്നിട്ടില്ല. അവരിൽ ഒരാളോട് പോലും ഒരു കലക്കമോ തർക്കമോ പ്രയാസമോ ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാശങ്കയും ഇല്ലാതെ പൊൻകുന്നം ഓഫീസിലേക്ക് വന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി, IELTS OET അതല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നത് വഴി നിങ്ങളുടെ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ തന്നെ വിദേശ ജോലി ലഭിക്കുന്നതിനുള്ള അവസരം കിട്ടും. ഇങ്ങനെ വിദേശ ജോലി ലഭിക്കുവാൻ വേണ്ടി 1 രൂപ പോലും നിങ്ങൾ കയ്യിൽ നിന്നും മുടക്കേണ്ടതായിട്ടില്ല. പല രക്ഷകർത്താക്കൾക്കും
പല വിദ്യാർത്ഥികൾക്കും ഇത് അറിയില്ല. കാരണം കൂടുതൽ പേരും ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ ഏജൻസിന് കൊടുത്തിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് ജോലിക്ക് വേണ്ടി പോകുന്നതെന്നാണല്ലോ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ ജർമ്മനിയിലേക്കോ ആണ് ജോലി പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്കാൾ കൂടുതൽ സാലറിയും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് PR ലഭിക്കത്തില്ല, നിങ്ങൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് ലഭിക്കത്തില്ല, നിങ്ങൾക്ക് അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലോ നിങ്ങൾ ജർമ്മനിയിലോ ആണ് ജോലി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് ലഭിക്കുവാൻ, ജർമ്മൻ ലാംഗ്വേജിൻ്റെ എക്സാം ഫീസ് പോലും നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഇത് കേരളത്തിലെ ധാരാളം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അറിയില്ല. അപ്പം അവർ വിചാരിക്കുന്നത് യൂറോപ്പിലും ജർമ്മനിയിലൊക്കെ പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ടെന്നാണ്. എന്നാൽ പണം ചെലവാക്കാതെ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിലും നിങ്ങൾക്ക് ജർമ്മനിയിലും രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ അവസരം ലഭിക്കാൻ വേണ്ടി സൗജന്യ സേവനങ്ങളും സൗജന്യ മാർഗനിർദ്ദേശങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിത്തരാം എന്നറിയിക്കുന്നതിനും വളരെ സന്തോഷമുണ്ട്. ആയതിനാൽ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന എല്ലാ മാതാപിതാക്കളും എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ കഴിയുന്നത്ര മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും അവരുടെ ആശങ്കകൾ ദൂരീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അഡ്മിഷൻ എടുക്കുവാൻ അവർക്ക് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.